Emmanuel Silks, M Space Shopping Center, Mele Patambi. Also at Kanyangad, Payyanur, Kannur and Iriti. വർഗീയവാദികളുടെ വോട്ട് വേണ്ടയെന്ന് പറയാൻ ചങ്കുറ്റമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി. എൻഡിഎ പട്ടാമ്പി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം വളരെ ശക്തമായിരിക്കുന്ന കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് SDPയുടെ വോട്ട് കൂടിയേ തീരൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളമായിരിക്കാം. അല്ലെങ്കിൽ SDPയുടെ വോട്ട് വേണ്ട, CPM എല്ലാ കാലത്തും പറയുന്നതാണ് വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പുറമെ ഒരു മുഖംമൂടിക്ക് വേണ്ടി പറയുമെങ്കിലും SDPI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് വെക്കാനും വേണ്ട എന്ന് ഉറച്ചു പറയാനുമുള്ള നട്ടെല്ല്, ധൈര്യം ഒന്നും ഇന്ന് കേരളത്തിൽ ഒരു CPM നേതാവിനും ഒരു LDFകാരനായിട്ടുള്ള നേതാവിനും ഇല്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു സത്യമാണ്. കാരണം കേരളത്തിൽ നമ്മൾ പറയുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ്, ലവ് ജിഹാദാവട്ടെ മറ്റെന്ത് ഇഷ്യൂസും ആവട്ടെ, ആ ഇഷ്യൂസ് എല്ലാം കേരളത്തിൽ ഇല്ല എന്നും കേരളത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല എന്നും കണ്ണടച്ചിരുട്ടാക്കി കൊണ്ട് പറയാണ് ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നും ഇതൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളാണ് എന്നും ഒരു കൂട്ടം പെൺകുട്ടികൾ അപ്പുറത്ത് നിന്ന് പറയാണ്. പക്ഷെ അതിനെല്ലാം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗം ആളുകളുടെ വോട്ടിന് വേണ്ടിയിട്ട് അവരെ പ്രീണനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തെയും കേരളത്തിന്റെ സത്വത്തെയും കേരളത്തിന്റെ മൂല്യബോധത്തെയും ഒക്കെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളിതുവരെയായിട്ടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് നിയോജകമണ്ഡലം മഹിളാ മോർച്ച കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സുമ സത്യൻ അധ്യക്ഷയായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് CP സുജാത, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ്, മറ്റു നേതാക്കളായ C അനിൽകുമാർ, ഗോപി പൂവക്കോട്, P ശ്രീദേവി, ഗിരിജ, രേഷ്മ, ജയലക്ഷ്മി, VC സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.